നിൽക്കുന്നത് എറണാകുളം ജില്ലയിലെ കാലടിയിലാണ്. നമുക്ക് സരസ്വതി നിലയത്തിന്റെ വിശേഷങ്ങളിലോട്ട് കടക്കാം. സ്ക്വയർ ഫീറ്റിൽ 2 നിലകളിലായിട്ടാണ് സരസ്വതി നിലയം നമ്മൾ പണി ചെയ്തിരിക്കുന്നത്. നമ്മളിവിടെ ലാൻഡ്സ്കേപ്പിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കടപ്പ സ്റ്റോണും ആർട്ടിഫിഷ്യൽ ഗ്രാസും കൂടിയാണ് കൊടുത്തേക്കുന്നത്. അതുപോലെ തന്നെ പെബിൾസ് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളൊരു ഗ്രീനറിക്കായിട്ട് ഇവിടെ പ്ലാന്റ്സ് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. മെയിൻ ഡോറ് കയറി വരുമ്പോൾ തന്നെ ഉള്ളത് സ്പേസ് ആണ്. അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് നമ്മളൊരു പൂജ യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലോട്ട് പോകുമ്പോഴാണ് നമ്മുടെ ലിവിങ് സ്പേസ്. ഇവിടെ നമ്മൾ 2 സിംഗിൾ സീറ്റർ സോഫയും ഒരു 3 സീറ്റർ സോഫയാണ് സെറ്റ് ചെയ്തേക്കുന്നത്. എല്ലാം നമ്മൾ കസ്റ്റമൈസ്ഡ് ആണ്. അതുപോലെ തന്നെ നമ്മളിവിടെ ഒരു TV യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ വിൻഡോസ് എല്ലാം ബ്ലൈൻഡ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഫോയർ സ്പേസിൽ നിന്ന് വരുമ്പോൾ തന്നെയാണ് നമ്മുടെ ഡൈനിങ് സ്പേസും നമ്മളൊരു ഓപ്പൺ കിച്ചണും കൂടിയാണ് കൊടുത്തേക്കുന്നത്. ഇവിടെ ഒരു ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റിലാണ് ചെയ്തേക്കുന്നത്. കിച്ചൺ എല്ലാം നമ്മൾ അലൂമിനിയത്തിലാണ് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഡൈനിങ് ടേബിള് നമ്മൾ കസ്റ്റമൈസ്ഡ് ആണ്. 3 സീറ്റും പിന്നെ ഒരു ബെഞ്ചായിട്ടാണ് സെറ്റ് ചെയ്തേക്കുന്നത്. ഇതാണ് നമ്മുടെ വാഷ് കൗണ്ടർ. നമ്മൾ മിറർ കൊടുത്തേക്കുന്ന വുഡൻ പാനലിങ്ങിലാണ് കൊടുത്തേക്കുന്ന മിറർ. അതുപോലെ തന്നെ ഇവിടെ 2 സൈഡിലായിട്ട് 2 ബെഡ്റൂംസ് ഉണ്ട്. സ്റ്റെയർ ഏരിയ. നമ്മളിവിടെ സ്റ്റെയർ ഏരിയയിൽ നമ്മളൊരു സിറ്റിംഗ് ഒരു ഏരിയയും കൂടി ആയിട്ട് കൊടുത്തിട്ടുണ്ട്.
പിന്നെ നമ്മളിവിടെ പ്ലാന്റ്സ് ഒക്കെ വെച്ച് ഇത് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഹാൻഡ് റെയിൽ നമ്മൾ വൺ സൈഡാണ് കൊടുത്തേക്കുന്നത്. നമ്മൾ മെറ്റൽ ഫ്രെയിമിന്റെ മുകളിൽ വുഡ് പ്ലേസ് ചെയ്താണ് ഹാൻഡ് റെയിൽ കൊടുത്തേക്കുന്നത്. നമ്മുടെ ഫസ്റ്റ് ലാൻഡിങ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വരുന്ന നമ്മൾ മെറ്റൽ ഫ്രെയിമിന്റെ മുകളിലാണ് നമ്മൾ വുഡൻ ഫ്രെയിം കൊടുത്തേക്കുവാണ്. അങ്ങനെയാണ് നമ്മൾ സ്റ്റെപ്പ് ചെയ്തേക്കുന്നത്. ഈ വീടിൻ്റെ മെയിൻ അട്രാക്റ്റീവ് പാർട്ട് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഓപ്പൺ ടു സ്കൈ കൺസെപ്റ്റാണ്. നമ്മളിവിടെ ടഫ് ആൻഡ് ഗ്ലാസ് ഇട്ടേക്കുവാണ്. അപ്പം നമുക്ക് ഇതിൻ്റെ മുകളിൽ കൂടി നടക്കാനൊക്കെ പറ്റും. നമ്മുടെ ക്ലയൻറ്റിൻ്റെ മെയിൻ ഒരു സജഷനായിരുന്നു അവർക്കും നല്ല വെന്റിലേഷൻ കിട്ടണം. അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഓപ്പൺ ടു സ്കൈ കൺസെപ്റ്റിൽ ചെയ്തേക്കുന്നത്. നമുക്ക് മുകളിൽ നിന്ന് തൊട്ട് താഴെ നമ്മുടെ പൂജ സ്പേസിൽ അവിടെ വരെ നമുക്ക് ഡയറക്റ്റ് സൺലൈറ്റിൻ്റെ പ്രസൻസ് കിട്ടും. ബാൽക്കണിയാണ്. ഇവിടെ നമ്മൾ പ്ലാന്റ്സ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ നല്ല വ്യൂ ആണ്. ഇത് എയർപോർട്ടിൻ്റെ അടുത്തായതുകൊണ്ട് തന്നെ നമുക്ക് ഫ്ലൈറ്റ് പോകുന്നതൊക്കെ കാണാൻ പറ്റും. ഫസ്റ്റ് ഫ്ലോറിൽ ഒരു ബെഡ്റൂമേ ഉള്ളൂ. പിന്നെ നമ്മൾ ഓപ്പൺ സ്പേസ് ആണ് രണ്ട് സൈഡിലോട്ടും. ഇതാണ് നമ്മുടെ സരസ്വതി നിലയത്തിന്റെ അമ്മ. അപ്പൊ അമ്മയ്ക്ക് എന്താണ് പറയാനുള്ളത്? എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഭവനം, ഞാൻ ഉദ്ദേശമായത് തന്നെ ഞാൻ സ്വപ്നം കണ്ട ഒരു വീടാണ്. എനിക്ക് പലപ്പോഴും സ്വപ്നം കണ്ടു ഈ വീട്. ആ വീട് പണി പൂർത്തീകരിച്ചതാണ്. സന്തോഷാണ്. പിന്നെ സരസ്വതി ദേവി എൻ്റെ ഇഷ്ടദേവിയാണ്. നമ്മൾ 1400 സ്ക്വയർ ഫീറ്റിൽ 2 നിലകളിലായിട്ടാണ് സരസ്വതി നിലയം പണി ചെയ്തേക്കുന്നത്. താഴെ 2 ബെഡ്റൂമും മുകളിൽ ഒരു ബെഡ്റൂമായിട്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത്. ഏകദേശം 45 ലക്ഷമാണ് ഇതിൻ്റെ കോസ്റ്റ് വരുന്നത്, ഇൻക്ലൂഡിങ് ഇൻറ്റീരിയർ. ഇത്രയാണ് സരസ്വതി നിലയത്തിൻ്റെ വിശേഷങ്ങൾ. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.